ഇന്നീ വിശുദ്ധ ബലിപീഠത്തിൽ വിശുദ്ധമായ ബലി അർപ്പിച്ച് തന്റെ ശരീരവും രക്തവും നൽകുന്ന ഈശോയുടെ അഗാധമായ സ്നേഹത്തിന്റെ ആഴങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും നമ്മൾ പരിശ്രമിക്കണം. ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാള് നമ്മെ പ്രചോദിപ്പിക്കുന്നത് ആ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാനായിട്ടാണ്. ഈശോ നമ്മളോട് കാണിക്കുന്ന സ്നേഹം എത്രമാത്രം വലുതാണ് എന്ന് ധ്യാനിക്കാനുള്ള ദിനമാണ് ഈ തിരുനാൾ ദിനം. നമുക്കറിയാം, സഭയിൽ ഒത്തിരിയേറെ വിശുദ്ധരുണ്ട്. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ആയിട്ടുള്ള വിശുദ്ധര് മുൻകാലങ്ങളിൽ ഓരോ പേര് സ്വീകരിക്കും. ഈശോയുടെ തിരുമുഖത്തിന്റെ ത്രേസ്യ, ഈശോയുടെ പീഠാനുഭവത്തിന്റെ തെരേസ, അങ്ങനെ ഒരേ പേരുകൾ. അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ പേരുള്ളൊരു വിശുദ്ധയുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ വിശുദ്ധ മാർഗരറ്റ്. ഈ വിശുദ്ധ ഈജിപ്തിലാണ് ജനിച്ചത്. ഈ വിശുദ്ധയെക്കുറിച്ചുള്ള ജീവചരിത്രം ഇപ്രകാരം 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയാണ്. എനിക്കും വിശദമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാനിത് വായിക്കുക. ഈ വിശുദ്ധയെക്കുറിച്ച് പറയുന്നത് 16-ാമത്തെ വയസ്സ് മുതൽ 29-ാമത്തെ വയസ്സ് വരെ വ്യഭിചാരിണിയായിട്ട് ജീവിച്ച പെണ്ണാണ് മാർഗരറ്റ്. ഈജിപ്തിലെ കോട്ടോണ എന്ന് പറയുന്ന സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരു വേശ്യയായിരുന്നു അവര്. അങ്ങനെ അവര് പ്രഭുക്കളുടെ വീടുകളിലേക്കൊക്കെ പോകും, വേശ്യാവൃത്തിയിൽ ഏർപ്പെടും. അങ്ങനെ 29-ാമത്തെ വയസ്സിലെ ഒരു പ്രഭുവിന്റെ വീട്ടിൽ ക്ഷണിച്ചിട്ട് വേശ്യാവൃത്തിക്ക് പോയി. അദ്ദേഹം അവിടെ ഉണ്ടായില്ല. ആ വീട്ടിൽ മുഴുവൻ അകത്തൊക്കെ നടക്കുന്ന സമയത്ത് പ്രഭുവിന്റെ അമ്മയുടെ പ്രാർത്ഥനാമുറി അവര് കണ്ടു. അവരാ മുറിയിലേക്ക് കയറിയപ്പോൾ ഈശോയുടെ ഒരു കുരിശു രൂപമാണ് കണ്ടത്. ഈ കുരിശുരൂപം കണ്ടു കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് ഇവൾക്ക് 7 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. പിന്നെ രണ്ടാനമ്മയാണ് വളർത്തിയത്. അങ്ങനെയാണ് വഴിവിട്ടു പോവുക ജീവിതം. അമ്മ അവളെ പ്രാർത്ഥിപ്പിച്ചതും ഇങ്ങനെയുള്ള കുരിശുരൂപത്തിന് മുന്നിൽ നിന്നൊക്കെ അവൾ ഓർത്തു. അവളുടെ ജീവചരിത്രത്തിൽ പറയണം, അവൾ ആ പ്രഭുവിന്റെ വീട്ടിൽ നിന്ന് അന്നേരം ഇറങ്ങി ഓടിയിട്ട് അവൾ ചെന്ന് നിന്നത് കോട്ടോണയിലുള്ള ഒരു മിണ്ടാമഠത്തിന്റെ ഗേറ്റിന് മുന്നിലാണ്, വാതിലിന് മുന്നിൽ. എന്നിട്ട് വാതിലിൽ മുട്ടി. മദർ വന്ന് തുറന്നു. മദർ കണ്ടപ്പോ തന്നെ കാർക്കിച്ച് തുപ്പി. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? കാരണം ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വേശ്യാസ്ത്രീയാണല്ലോ. ഇവള് കരഞ്ഞ് കാല് പിടിച്ചു, എന്നെ ഈ മഠത്തിൽ ചേർക്കണം. മദർ പറഞ്ഞു, ഒരിക്കലും നടക്കത്തില്ല. നിന്നെ പോലെ ഒരു പെണ്ണിനെ മഠത്തിലേക്ക് എടുത്താൽ ഇതിന് കളങ്കമേശും. അതുകൊണ്ട് ദയവ് ചെയ്ത് പോകാൻ പറഞ്ഞു. അവള് പറഞ്ഞു, ഞാൻ പുറത്തേക്ക് പോയാൽ എന്റെ ജീവിതം നശിക്കും. ഞാൻ ഈ മഠത്തിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. അപ്പൊ മദർ പറഞ്ഞു, ഇതിന്റെ അകത്ത് പ്രവേശിച്ചാൽ പിന്നെ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് മിണ്ടാമഠമാണ്. അവൾ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. അങ്ങനെ അവളെ അവളുടെ അടുക്കള ജോലിക്കാരത്തിയായിട്ട് എടുത്തു. ജീവചരിത്രം പറയുന്നത് 29-ാമത്തെ വയസ്സില് അവൾ അവിടെ അടുക്കള ജോലിക്കാരത്തിയായി. അടുക്കളയിൽ അവൾ സേവനം ചെയ്തു. ചാക്ക് വസ്ത്രങ്ങൾ ധരിച്ച്, അരയിൽ ചമ്മട്ടിയൊക്കെ മുള്ളരഞ്ഞാണൊക്കെ ധരിച്ച്, തൊണ്ട ശരീരമൊക്കെ പീഡിപ്പിച്ച്, അങ്ങനെ അവൾ കുറെ പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്ത്. കാരണം ഈ 16 വയസ്സ് മുതൽ 29 വയസ്സ് വരെ നടത്തിയ വഴിവിട്ട ജീവിതത്തിന് അവൾ പരിഹാരം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവളുടെ ജീവചരിത്രത്തിൽ പറയാണ്, 41-ാമത്തെ വയസ്സിൽ ഈശോ അവൾക്ക് പഞ്ചക്ഷതം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, 10-13 കൊല്ലക്കാലം വളരെ മ്ലേച്ഛമായി ജീവിച്ചവള് ഒരു മഠത്തിലെ അടുക്കള ജോലിക്കാരത്തിയായി. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്തത്തിനും അടയാളം എന്നോണം ഈശോ അവൾക്ക് പഞ്ചക്ഷതം കൊടുത്തു. അതോടുകൂടി സിസ്റ്റർമാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, ഇവളെ നമുക്ക് സന്യാസിനിയാക്കണം. അങ്ങനെ അവളെ സന്യാസ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. പിന്നീട് അവരുടെ ജീവചരിത്രം പറയുന്നത്, കോട്ടോണയിലെ മിണ്ടാമഠത്തിന്റെ വാതിലുകൾ തുറന്നിട്ടു. ആ നാട്ടിലുള്ള ആളുകളെല്ലാം ഇവളുടെ അടുത്ത് വരാൻ തുടങ്ങി. ഒരു കാലത്ത് ഇവളെ കണ്ടാൽ കാർക്കിച്ച് തുപ്പിയിരുന്ന ആളുകളെല്ലാം ഇവളുടെ തിരുമുറിവുകൾ, അതായത് പഞ്ചക്ഷതങ്ങളിൽ തൊട്ടുമൊത്താനും ഇവളോട് അനുഗ്രഹം വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഈ മഠത്തിന്റെ മുന്നിൽ വന്ന് ക്യൂ നിൽക്കാൻ തുടങ്ങി. 54-ാമത്തെ വയസ്സിൽ ഇവര് മരിച്ചു. 10-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഇവരെ വിശുദ്ധയായിട്ട് നാമകരണം ചെയ്യുക. അങ്ങനെ നാമകരണം ചെയ്ത വേളയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗമുണ്ട്. അത് ഇപ്രകാരമാണ്: പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് വിശുദ്ധിയുടെ കൊടുമുടിയിലേക്ക് ഉയർന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇന്ന് അൾത്താരയിലേക്ക് സമർപ്പിക്കപ്പെടുക, കോട്ടോണയിലെ മാർഗരറ്റ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസി മക്കളെ, ഞാൻ പറയുന്നു, വിശുദ്ധി ആർക്കും അപ്രാപ്യമല്ല. കോട്ടോണയിലെ മാർഗരറ്റിന് വിശുദ്ധയാകാമെങ്കിൽ ആർക്കും ആകാം.
ഈ കോട്ടോണയിലെ മാർഗരറ്റ് സിസ്റ്റർ ആയിപ്പോ സ്വീകരിച്ച പേരാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മാർഗരറ്റ്. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ ആർക്കും മാർഗരറ്റിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇത്രയും മ്ലേച്ഛമായി ജീവിച്ച കുട്ടി, നൂറുകണക്കിന് ആൾക്കാരോടൊപ്പം പാപം ചെയ്തവൾ, പക്ഷെ ഇവളെ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് മനസ്തപിച്ചു കഴിഞ്ഞപ്പോ അവൾ സ്വീകരിച്ച പേരാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മാർഗരറ്റ്. പ്രിയപ്പെട്ടവർ, ഈശോയുടെ തിരുഹൃദയം നമ്മെ എല്ലാവരെയും ഉൾക്കൊള്ളയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും വീഴ്ചകളൊക്കെ വന്നാലും ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്കിടമുണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമുക്ക് ഇടം കിട്ടണമെന്നില്ല, അല്ലേ? നമ്മളിപ്പോ ഒരു സുഹൃത്തിനോട് തെറ്റായി ചെയ്തു, നീ എന്നെ വഞ്ചിച്ചു, ഇനി എനിക്ക് നിന്റെ വിശ്വാസം ഇല്ലെന്ന് പറയും. നീ എന്നെ ചതിച്ചു, ഇനി നിന്നോട് കൂട്ടുകൂടാൻ പറ്റത്തില്ലെന്ന് പറയും. കുടുംബജീവിതത്തിൽ അത് പറയും. എന്റെ സ്വന്തം മാതാപിതാക്കൾ പറയാറുണ്ട്, എടാ മോനെ മോളെ, നിന്നെ എന്തുമാത്രം ഞാൻ വിശ്വസിച്ചു, ഇനി എനിക്ക് നിന്നെ വിശ്വാസമില്ല, നിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പോ അപ്പനും അമ്മയൊക്കെ ഒരു വിശ്വാസവഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ മക്കള് പറയും, ഇനി എനിക്ക് നിങ്ങളെ അപ്പാന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഇനി നിങ്ങൾക്ക് നിങ്ങളെ അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് അത് പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ഈശോയുടെ തിരുഹൃദയം നമ്മളെ ചേർത്ത് പിടിക്കും. ആ തിരുഹൃദയത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും ആ ഹൃദയത്തിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളവരാണ് എന്ന് നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുക. പരിപൂർണമായിട്ട് വിശ്വസിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഈശോയുടെ തിരുഹൃദയത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് പറയാറുണ്ട്, ഈശോയുടെ തിരുഹൃദയം പ്രതിദാനം ചെയ്യുന്നത് സ്നേഹവും സഹനവുമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരിയേറെ സഹനങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഒത്തിരിയേറെ സഹിക്കുന്നവരാണ്, പലതരത്തിലാണ്. കുട്ടികൾക്ക് അവരുടേതായ രീതിയിൽ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ. പക്ഷെ നമ്മുടെ എല്ലാ സഹനങ്ങളുടെ നടുവിലും ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് ഇടം കണ്ടെത്താനായിട്ട് പറ്റണം. ആ ഹൃദയത്തിൽ നമുക്ക് ഇടമുണ്ട്, നമ്മളത് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കണം, ഈശോയുടെ തിരുഹൃദയത്തിലാണ് ഞാൻ. ഇന്നു മുതൽ ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിന്റെ, നമ്മുടെ പേര് പറയണം. മാർഗരറ്റ് പറഞ്ഞില്ല, ഞാൻ ഇന്നു മുതൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ മാർഗരറ്റ് ആയിരിക്കും. നിങ്ങൾക്കത് കൂടുതൽ ശക്തമായിട്ട് പറയാൻ പറ്റും. കാരണം ഈ ഇടവക ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ്. ഈ ദേവാലയത്തിൽ ഈ വിശുദ്ധ ബലി മധ്യേ ഈശോയുടെ ശരീരവും രക്തവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുരോഹിതൻ നമുക്ക് നേരെ നീട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഈശോയുടെ തിരുഹൃദയമേ, ഇന്നു മുതൽ ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെതാണ്. നമ്മുടെ പേര് പറഞ്ഞ് നമ്മൾ സമർപ്പിക്കണം. ആ ഒരു വിശ്വാസത്തിൽ ആഴപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹപ്രദമായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ അമ്മാമ്മയെ പോലെ നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുക. ഈശോയുടെ ആ ശക്തിയിൽ, ഈശോയെ ആശ്രയിച്ചിട്ട് ആരും ഇതുവരെ നിരാശരായിട്ടില്ല. ആ പരിപൂർണമായ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ഒരു കസിൻ പെങ്ങള്, എനിക്കിപ്പോഴും അവൾ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും ഇന്ന് പറയുക. അവള് ഈ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ച ഒരു മകളാണ്. അങ്ങനെ അവൾ ആഗ്രഹിച്ചു, അവൾ വിദേശത്തേക്ക് പോകാനായിട്ട് OET പരീക്ഷയൊക്കെ എഴുതി. OET പരീക്ഷ എഴുതണം. പക്ഷെ 10 തവണ എഴുതി അവൾ തോറ്റുപോയി. 10 പ്രാവശ്യം എഴുതി. ഒരു പ്രാവശ്യം എഴുതുന്നതിന് 35,000 രൂപ കൊടുക്കണം. അപ്പൊ 10 പ്രാവശ്യം എഴുതിയപ്പോ എത്ര രൂപയായി അല്ലേ? 4-5 ലക്ഷം രൂപ പൊട്ടി. അങ്ങനെ അവൾ 9 പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീട്ടിൽ ചെല്ലുക. അപ്പൊ ഈ ആന്റി വളരെ തമാശയൊക്കെ പറയും. ആന്റി ഓടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, നിനക്കറിയാമോ നിന്റെ പെങ്ങൾ ആരാണെന്ന്? ഞാൻ ചോദിച്ചാൽ ആന്റി ആരാണ്? അവൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇടാൻ പോകുകയാണ്. ഞാൻ ചോദിച്ചാൽ എന്നാത്തിന്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ OET പരീക്ഷ തോറ്റതിനുള്ള റെക്കോർഡ് അവൾ സ്വന്തമാക്കുമെന്നാ തോന്നണത്. 9 എണ്ണം തോറ്റ് അങ്കിളിനെ കുത്തുവാളി ഇടിപ്പിച്ചിട്ട് നിൽക്കണ നിപ്പ് കണ്ട. അപ്പൊ അവളവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് ഭയങ്കര ദേഷ്യമായി. അവള് ദേഷ്യത്തോടെ
ആൻറ്റിയോട് ഒച്ചപ്പാടുണ്ടാക്കി എന്നെയും വിളിച്ച് അവളുടെ മുറിയിലേക്ക് പോയി. ഒറ്റ കരച്ചിലാണ്. എൻ്റെ പൊന്ന് ചേട്ടൻ ഒന്നും പറയണ്ട, ഞങ്ങൾ 4 കൂട്ടുകാരികൾ ഒന്നിച്ച് OET എഴുതാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാ. ബാക്കി 3 പേരും ജയിച്ച് കയറിപ്പോയി. ഞാനിങ്ങനെ തോറ്റ് തുന്നമ്പാടി ഇരിക്കുകയാണ്. 9 എണ്ണം തോറ്റ്. 10ാമത്തത് എഴുതാനായിട്ട് ഡേറ്റ് എടുത്തേക്കാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചേട്ടനൊന്ന് പ്രാർത്ഥിക്കണം. ഇവളാണെങ്കിൽ വളരെ വിശുദ്ധയായ കൊച്ചാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ചെട്ടിക്കാട് അന്തോണിസുണ്യാളിൻ്റെ പള്ളി. എല്ലാ ചൊവ്വാഴ്ച അന്തോണിസുണ്യാളിനെ പോയി കെട്ടിപ്പിടിക്കുന്നു, കാലേ പിടിക്കുന്നു, തൊട്ടുമുത്തുന്നു, എല്ലാ പരിപാടിയും. കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് 2 തവണ പുതുക്കി. അണക്കരയിൽ പോയി ഡൊമിനിക്കച്ഛൻ്റെ ധ്യാനം കൂടി അച്ഛൻ ഉള്ള പിശാചുക്കളെ ഒഴിപ്പിച്ച് വിട്ടുപോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിലത്തൊക്കെ വീണ് ഉരുണ്ട് വന്നതാണ്. ഏവേട്ടാ ജയിക്കണില്ല. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് ചേട്ടൻ പ്രാർത്ഥിക്കണം. അവൾ തന്നെ എൻ്റെ കയ്യൊക്കെ എടുത്ത് അവളുടെ തലയിൽ വെച്ച്. ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് 10ാമത്തെ തവണയും അവൾ തോറ്റുപോയി. തോറ്റു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച്, നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഏറ്റവും കുറവ് മാർക്ക് ഈ പ്രാവശ്യമാണ് കിട്ടിയത്, ഇതിലും ഭേദം നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്നെ കുറെ കുറ്റമൊക്കെ. പ്രിയപ്പെട്ടവരെ, പക്ഷെ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, 11ാമത്തെ തവണ ജയിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച്, ചേട്ടൻ ജയിച്ച്. ഞാൻ പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി ഇപ്പോഴാടി വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചു വിട്ടു. പക്ഷെ പ്രിയപ്പെട്ടവർ, അവൾ വളരെ സന്തോഷമായി വിദേശത്ത് പോയി അവളുടെ കൂട്ടുകാരികളോടൊപ്പം. പക്ഷെ അവൾ അവിടെ ചെന്ന് വേറെ പല ഇന്റർവ്യൂവും ചില ഓൺലൈൻ കോഴ്സൊക്കെ ചെയ്തു. 9 മാസം കഴിഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ചു വളരെ സന്തോഷത്തോടെ. അവൾക്കൊരു ഗവൺമെന്റ് സെക്ടറുമായിട്ടുള്ള ഒരു കമ്പനിയിൽ അവൾക്ക് ജോലി കിട്ടി. സാധാരണ അങ്ങനെ കിട്ടാത്തതാണ്, PR ഒക്കെ വേണം. കിട്ടിയെന്ന് മാത്രമല്ല, മറ്റു കൂട്ടുകാരികൾക്ക് കിട്ടിയതിനേക്കാൾ 4 ഇരട്ടിയാണ് സാലറി, കുറെ ആനുകൂല്യങ്ങൾ. എന്നിട്ട് ഇവള് പറയാണ്, ഞാൻ വിചാരിച്ചു എൻ്റെ ചേട്ടാ ഈശോ എന്നെ കൈവിട്ടെന്നാണ്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്നും തോൽവിയാണല്ലോ, 10 തവണ തോറ്റു, ഈശോ എന്നെ കൈവിട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയും വലിയ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇത് വൈകിപ്പിച്ചതെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയണത്. ഈശോയ്ക്ക് നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മൾ ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കണം. നമ്മളുടെ പ്രതീക്ഷകളും പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും നടക്കണമെന്നില്ല. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോകും, നമ്മുടെ പദ്ധതികളൊക്കെ പാളിപ്പോകും. പക്ഷെ വചനം പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ നമ്മുടെ പദ്ധതികളെക്കാളൊക്കെ മനോഹരമാണ്. നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്.